IFFK വേദിയിൽ എന്നും പുതുമയുള്ള കാഴ്ചകളാണ്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ മനസ്സിലുദിച്ച സിനി ബ്ലഡ് എന്ന ആശയം IFFK വേദിയിലൂടെ ജനകീയമാവുകയാണ്. കാണാം നമുക്ക് ആ കാഴ്ചകൾ. കേരള ചലച്ചിത്ര അക്കാദമിയും പോലീസിന്റെ രക്തദാന സേവനമായ പോൾ ബ്ലഡും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും സംയുക്തമായി RCC ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കേരള പോലീസും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും സംയുക്തമായിട്ടാണ് പോൾ ബ്ലഡ് എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്നത് നിലവിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സാറിൻ്റെ ഇനിഷ്യേറ്റീവാണ് സിനി ബ്ലഡ് എന്ന പേരിൽ ഇവിടെ ഒരു പദ്ധതി രൂപീകരിക്കുന്നത് പോലീസുമായിട്ട് ചേർന്നിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യുവാക്കളുടെ ഒരു ഉത്സവമായിട്ടാണ് IFFK ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ ഈ സാംസ്കാരിക രംഗത്ത് ഒരു രക്തദാന സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക, അതുവഴി കേരളത്തിലെ രക്തലഭ്യത ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് ഈ പദ്ധതിയുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മാനവികതയുടെ ഒരു പുതിയ മുഖം കൂടിയാണ് ഇത്തരം പദ്ധതികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രക്തദാനത്തെക്കുറിച്ചുള്ള മതിയായ അവബോധമില്ലായ്മയാണ് കേരളത്തിലെ ജനങ്ങൾ രക്തദാനം കൃത്യമായ ഇടവേളകളിൽ നടത്താത്തതിനുള്ള പ്രധാന കാരണം. രക്തദാനം സമൂഹത്തിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തമാണെന്നിരിക്കെ ഇത്തരം പദ്ധതികളിലൂടെയാണ് നമ്മൾ സമൂഹത്തെ നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിയത്തുള്ളൂ. നിസ്സഹാരായി പോകുന്ന അവസ്ഥയിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ പോലീസ് ചെയ്യുന്നത്. IFFKയിൽ നമുക്കിവിടെ KSBTCയുടെയും പോൾ ബ്ലഡിൻ്റെയും സഹകരണത്തോടുകൂടെ ഒരു രക്തദാന ക്യാമ്പാണ് നടക്കുന്നത്. നമുക്കിന്നിപ്പം ആളുകൾ അറിഞ്ഞ് വന്ന് ബ്ലഡ് ഇവിടെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇടയിലും ഇത്രയും മഹനീയമായൊരു കാര്യത്തിനും കൂടെ ഒരു സമയം കണ്ടെത്തി അത് ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ച IFFKയ്ക്കും പോൾ ബ്ലഡിനും KSBTCക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മുന്നോട്ട് വെച്ച ആശയമാണ് സിനി ബ്ലഡിലൂടെ യാഥാർത്ഥ്യമായത്. നിരവധി ഡെലിഗേറ്റുകളും പൊതുജനങ്ങളും രക്തദാന പരിപാടിയിൽ പങ്കാളികളായി. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. രക്തദാനവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലവട്ടം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും HB ലോ ആയിരുന്ന കാരണം ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം അനീഷ് സാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഇതുപോലെ IFFKയ്ക്ക് ക്യാമ്പ് ഉണ്ടെന്ന്. അപ്പം എന്തായാലും വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം രണ്ടും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ കാണാറില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം കാണാറില്ല. പക്ഷെ ഇവിടെ വെച്ച് അത് ചെയ്യുന്നത് വളരെ നല്ലതായിരുന്നു. പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത കാലം മുതൽ ഞാൻ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതെൻ്റെ 6ാമത്തെ 7ാമത്തെ ബ്ലഡ് ഡൊണേഷനാണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിലും RCCയിലാണെങ്കിലും ഒരു ദിവസം എന്തുമാത്രം ബ്ലഡ് റിക്വയർമെൻറ്റ് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ പലർക്കും ഒരു അവബോധം ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ നമുക്കറിയാം നിലവിൽ കിട്ടുന്നതിൻ്റെ 3 ഇരട്ടിയോളം ബ്ലഡ് റിക്വയർമെൻറ്റ് ഒരു ദിവസം തന്നെ വേണ്ടി വരുന്നു. അപ്പോൾ ഇത് മനസ്സിലായിക്കൊണ്ട് കൂടുതൽ യുവാക്കൾ ബ്ലഡ് ഡൊണേഷനിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ RCCക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഈ ഒരു നമ്മൾ IFFK സംഘടന രൂപീകരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് 7 തവണ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ DYFIയുടെ ഭാഗമായിട്ടാണ് 4 തവണ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയതും അതിലാണ് ബ്ലഡ് കൊടുത്തതും. ഇത് വളരെ എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഈ സിനിമയുടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പം ഇനിയും ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം IFFKയിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇനിയുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇനിയും ഇതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്.
ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ആശയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഡെലിഗേറ്റ്സുകളും പൊതുജനങ്ങളും. നിരവധി ആളുകളാണ് ഇവിടെ എത്തി രക്തദാനം ചെയ്യുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകട്ടെ, അത് പ്രാവർത്തികമാകട്ടെ. ക്യാമറാമാൻ വിനോദിനൊപ്പം അഷ്ടമി വിജയൻ, കൈരളി ന്യൂസ്.